നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc. സോ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് പറയുന്നത് equilibrium constant is applicable only when the concentration of the reactant and product have attained their equilibrium state. Equilibrium attain ചെയ്ത് കഴിയുമ്പോഴേ നമ്മൾ അവിടെ equilibrium constantന്റെ ടേം യൂസ് ചെയ്യുള്ളൂ. Equilibrium expression നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? equilibrium terms ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? equilibrium attain ചെയ്യാത്ത ഒരു സിസ്റ്റം ആണ് എങ്കിൽ നമ്മളവിടെ equilibrium ടേംസുകളൊന്നും യൂസ് ചെയ്യില്ല. equilibrium കോൺസ്റ്റന്റിനെ നമ്മളവിടെ കൺസിഡർ ചെയ്യില്ല. equilibrium attain ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമ്മളവിടെ equilibrium constant എന്ന് പറയുന്ന ടേമിനെ നമ്മളവിടെ യൂസ് ചെയ്യുള്ളൂ. The value of equilibrium constant is independent of the initial concentration of reactants and products. Reactantsന്റെയും productsന്റെയും initial concentrationനെ equilibrium constant ഡിപ്പെൻഡ് ചെയ്യില്ല. The value of equilibrium constant depends on temperature. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. എപ്പോഴും നമ്മൾ ടെമ്പറേച്ചറിനെ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് നമ്മൾ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്ന കാര്യം നമ്മൾ പറയുന്നത്. സോ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ റിവേഴ്സ് റിയാക്ഷൻ ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ദാറ്റ് ഓഫ് ദി ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ അതിൻ്റെ റെസിപ്രോക്കൽ ആണ് റിവേഴ്സ് റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. സപ്പോസ് ഇഫ് Kc ആണ് ഫോർവേഡ് റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്കിൽ റിവേഴ്സ് റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 1/Kc ആയിരിക്കും. അപ്പോൾ ഈ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ഇഫ് ഫോർ ദ റിയാക്ഷൻ A gives B, the value of equilibrium constant is K. Then for the reaction Na gives Nb, its value is K raised to N. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് മോൾസും കൂടെ ജനറൽ എക്സ്പ്രഷനിൽ ഇൻക്ലൂഡ് ചെയ്താൽ അവിടെ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? K raised to N ആയിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നതാണ് വി ക്യാൻ പ്രെഡിക്റ്റ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ്റെ എക്സ്റ്റെൻറ്റ് അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് ഒരു റിയാക്ഷൻ എന്തുമാത്രം അല്ലെങ്കിൽ എത്രമാത്രം കംപ്ലീറ്റ് ആയി, എന്തുമാത്രം പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്തു, അല്ലെങ്കിൽ എന്തുമാത്രം റിയാക്റ്റൻ്റ് അവിടെ റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റായിട്ട് മാറിയിട്ടുണ്ട്, ആ റിയാക്ഷൻ്റെ എക്സ്റ്റെൻറ്റ് അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് Kc ആൻഡ് Kp, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് Kc ആൻഡ് Kp ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ട കാര്യമാണ് Kc അല്ലെങ്കിൽ Kp എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ്റ് ആണ്. ഇപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലാണ്, റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. ഇപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഇൻക്രീസ് ചെയ്താൽ അതിനർത്ഥം എന്താണ്? Kc അല്ലെങ്കിൽ Kpയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമെന്നാണ് അർത്ഥം. ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. സോ ഇഫ് Kc ഈസ് വെരി ലാർജ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kcയുടെ വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ അതിനർത്ഥം എന്താണ്? ദ റിയാക്ഷൻ പ്രൊസീഡ്സ് നിയർലി ടു കംപ്ലീഷൻ. Kcയുടെ വാല്യൂ കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? റിയാക്റ്റൻ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് റിയാക്ട് ചെയ്ത് അവിടെ പ്രോഡക്റ്റ് ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ നിയർലി ടു കംപ്ലീഷൻ. ദ റിയാക്ഷൻ പ്രൊസീഡ്സ് നിയർലി ടു കംപ്ലീഷൻ. ഒന്നുകൂടി പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ ഇഫ് Kc ഈസ് ഗ്രേറ്റർ ദാൻ 10⁻³ 10⁻³ കൂടുതലാണ് Kcയുടെ വാല്യൂ എങ്കിൽ അതിനർത്ഥം എന്താണ്? ദ പ്രോഡക്ട്സ് പ്രിഡോമിനേറ്റ് ഓവർ റിയാക്റ്റൻറ്റ്. റിയാക്റ്റൻറ്റിനേക്കാളും കൂടുതലായിരിക്കും പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. സോ ഹിയർ ദ റിയാക്ഷൻ ഓഫ് ഹൈഡ്രജൻ വിത്ത് ഓക്സിജൻ അറ്റ് 500 Kelvin ഹാസ് എ വെരി ലാർജ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഹൈഡ്രജനും ഓക്സിജനും റിയാക്ട് ചെയ്ത് വാട്ടർ ഉണ്ടാകുന്ന റിയാക്ഷൻ അറ്റ് 500 Kelvin ടെമ്പറേച്ചർ. അവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kc എത്രയാണെന്ന് നോക്കിക്കേ. Kc ഈസ് ഈക്വൽ ടു 2.4 × 10⁻47. 10⁻47 ആണ് ഇവിടുത്തെ Kcയുടെ വാല്യൂ പറയുന്നത്. അത് 10⁻³ കൂടുതലല്ലേ? ദാറ്റ് മീൻസ് ഇൻ ദിസ് റിയാക്ഷൻ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനേക്കാളും വളരെ കൂടുതലാണ് പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ. ദാറ്റ് മീൻസ് ഈ റിയാക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. കൺസിഡർ ദീസ് 2 റിയാക്ഷൻസ് ഓൾസോ. ഇവിടെ ഈ 2 റിയാക്ഷൻ കൺസിഡർ ചെയ്യുമ്പോഴും ആദ്യത്തെ റിയാക്ഷൻ ഏതാണ്? ഹൈഡ്രജനും ക്ലോറിനും കമ്പൈൻ ചെയ്ത് HCl ഫോം ചെയ്യുന്നു അറ്റ് 300 Kelvin ടെമ്പറേച്ചർ.
സോ ഇവിടെയും കെ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 4.0 ഇൻറ്റു 10⁻31 ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 10�3. 10�3യിലും കൂടുതലാണ്. ദാറ്റ് മീൻസ് ഹിയർ ഓൾസോ ദ പ്രോഡക്റ്റ് പ്രിഡോമിനേറ്റ് ഓവർ റിയാക്റ്റൻറ്റ്. റിയാക്റ്റൻറ്റിനേക്കാളും വളരെ കൂടുതലാണ് പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ H2 പ്ലസ് Br2 ഗീവ്സ് 2HBr. കെ സിയുടെ വാല്യൂ എത്രയാണ്? കെ സി ഈസ് ഈക്വൽ ടു 5.4 ഇൻറ്റു 10⁻18. ഇവിടെയും 10⁻3യിനേക്കാളും വളരെ കൂടുതലാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ സിയുടെ വാല്യൂ. സോ ഈ റിയാക്ഷനിലും പ്രോഡക്റ്റാണ് റിയാക്റ്റൻസിനേക്കാളും കൂടുതൽ പ്രിഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഇഫ് കെ സി ഈസ് വെരി സ്മോൾ, കെ സിയുടെ വാല്യൂ വളരെ കുറവാണെങ്കിൽ ദ റിയാക്ഷൻ പ്രൊസീഡ്സ് റയർലി. കെ സിയുടെ വാല്യൂ കുറവാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണെന്നാണ് അർത്ഥം, അല്ലേ? എന്ന് പറഞ്ഞാൽ ആ റിയാക്ഷൻ കംപ്ലീറ്റഡ് ആയിട്ടില്ല, ആ റിയാക്ഷൻ അതിൻ്റെ കംപ്ലീഷനിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അവിടെ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടി നിൽക്കുന്നത്. പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനേക്കാളും കൂടുതൽ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും. ആൻഡ് ഒന്നുകൂടി പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ, ഇഫ് കെ സി ഈസ് ലെസ് ദാൻ 10⁻3, നേരത്തെ നമ്മൾ 10⁻3 ആണ് പറഞ്ഞത്. ഇവിടെ ഇഫ് കെ സി ഈസ് ലെസ് ദാൻ 10⁻3, റിയാക്റ്റൻസ് പ്രിഡോമിനേറ്റ് ഓവർ പ്രോഡക്ട്സ്. പ്രോഡക്റ്റിനേക്കാളും കൂടുതലായിരിക്കും റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ. എപ്പോഴാണ്? കെ സിയുടെ വാല്യൂ 10⁻3യിലും കുറവായിരിക്കുമ്പോൾ. സോ ദ ഡീകമ്പോസിഷൻ ഓഫ് H2O into H2 and O2 at 500 Kelvin temperature. വാട്ടറിൻ്റെ ഡീകമ്പോസിഷൻ, ദാറ്റ് ഈസ് H2O decomposes to hydrogen and oxygen at 500 Kelvin temperature. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എത്രയാണ്? കെ സി ഈസ് ഈക്വൽ ടു 4.1 ഇൻറ്റു 10⁻48 ആണ് ഇവിടെ വാല്യൂ. 4.1 ഇൻറ്റു 10⁻48. -48 എന്ന് പറയുമ്പോൾ 10⁻3യിലും താഴ്ന്ന വാല്യൂ അല്ലേ? സോ ഹിയർ റിയാക്റ്റൻ്റ് ആയിരിക്കും പ്രോഡക്റ്റിനേക്കാളും കൂടി നിൽക്കുന്നത്. നെക്സ്റ്റ് റിയാക്ഷൻ N2 പ്ലസ് O2 ഗീവ്സ് 2NO അറ്റ് 298 Kelvin temperature. Here Kc is equal to 4.8 into 10⁻31. ഇവിടെയും 10⁻3യിലേക്കാളും താഴെയാണ് കെ സിയുടെ വാല്യൂ. ദാറ്റ് മീൻസ് റിയാക്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ആണ് പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനേക്കാളും കൂടി നിൽക്കുന്നത്. ഇഫ് കെ സി ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് 10⁻³ to 10⁻3, 10⁻3ക്കും 10⁻3ക്കും ഇടയിലാണ് കെ സിയുടെ വാല്യൂ എങ്കിൽ അപ്രീഷ്യബിൾ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് റിയാക്റ്റൻ്റ് ആൻഡ് പ്രോഡക്ട്സ് ആർ പ്രസൻറ്റ്. റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലെന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ മാത്രം കോൺസെൻട്രേഷൻ കൂടുതലെന്നല്ല നമ്മളിവിടെ പറയുന്നത്. രണ്ടുപേരുടെയും റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനും പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനും ഒരു അപ്രീഷ്യബിൾ റേഞ്ചിൽ ഉണ്ടായിരിക്കും. എപ്പോഴാണ്? കെ സിയുടെ വാല്യൂ 10⁻3ക്കും 10⁻3ക്കും ഇടയിൽ വരുമ്പോൾ. സോ ഫോർ എ റിയാക്ഷൻ, ഫോർ ദ റിയാക്ഷൻ ഓഫ് H2 വിത്ത് I2, ഹൈഡ്രജനും അയഡിനും തമ്മിൽ റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ അയഡൈഡ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ, അവിടെ കെ സിയുടെ വാല്യൂ എത്രയാണ്? കെ സി ഈസ് ഈക്വൽ ടു 57 അറ്റ് 700 Kelvin. കെ സിയുടെ വാല്യൂ 57 ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 10⁻3ക്കും 10⁻3ക്കും ഇടയിലാണ് കെ സിയുടെ വാല്യൂ വരുന്നത്. ഗ്യാസ് ഫേസ് ഡീകമ്പോസിഷൻ ഓഫ് N2O4 to NO2 is another reaction with the value of Kc which is equal to 4.64 into 10⁻³ at 25 degrees Celsius. അപ്പോൾ ഇവിടെ N2O4 NO2 ആയിട്ട് ഡീകമ്പോസ് ചെയ്യുന്ന റിയാക്ഷൻ, ഈ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് Kc എന്ന് പറയുന്നത് 4.64 into 10⁻³ എന്ന് പറഞ്ഞാൽ ഒരു ബോർഡർ റേഞ്ചിലാണ് നിൽക്കുന്നത്, അല്ലേ? അറ്റ് 25 degrees Celsius. അപ്പോൾ ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? വിച്ച് മീൻസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ആൻഡ് പ്രോഡക്റ്റ് അതൊരു അപ്രീഷ്യബിൾ റേഞ്ചിലാണ് നിൽക്കുന്നത്. കൂടുതലല്ല കുറവുമല്ല, ഒരു അപ്രീഷ്യബിൾ റേഞ്ചിലാണ് N2O4ൻ്റെ കോൺസെൻട്രേഷനും അതുപോലെ തന്നെ പ്രോഡക്റ്റായ NO2ൻ്റെ കോൺസെൻട്രേഷനും ഉള്ളത്. Second application of equilibrium constant is predicting the direction of reaction. So we can consider a general equation. A moles of A plus B moles of B gives C moles of C plus D moles of D. അപ്പോൾ ഇതിൻ്റെ
ഇങ്ങനെയൊരു ജനറൽ ഇക്വേഷൻ കിട്ടിയാൽ അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc നമ്മൾ എപ്പോഴാണ് എഴുതുന്നത്? സിസ്റ്റം ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc വിച്ച് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് നമ്മൾ എഴുതുക അല്ലേ? Kcയുടെ വാല്യൂ എഴുതുന്നത് സിസ്റ്റം ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ്. ഒരു സിസ്റ്റം ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നതിന് മുൻപും നമുക്ക് ഈ റേഷ്യോ എഴുതാം. ഏത് റേഷ്യോയാ? ദ റേഷ്യോ ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റന്റ്. നമുക്കത് ആ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്കറിയാം, ഒരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം അപ്പോൾ തന്നെ അത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യില്ല. ആ ടൈമിലും നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റന്റ് ആ റേഷ്യോ എഴുതാം. സോ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നതിന് മുൻപുള്ള ഏത് ടൈമിലും നമ്മൾ കോൺസെൻട്രേഷൻ്റെ റേഷ്യോ എഴുതിയാൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് റിയാക്ഷൻ കോഷ്യന്റ് ഓർ കോൺസെൻട്രേഷൻ കോഷ്യന്റ്. അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? QC ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് C⁻C ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് D⁻D ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A⁻A ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് B⁻B. സോ if QC is greater than Kc, the reaction will proceed in the direction of reactants. എന്ന് പറഞ്ഞാൽ എന്താണ്? QCയുടെ വാല്യൂ KCനേക്കാളും കൂടുതലെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനേക്കാളും കൂടുതലാണ്. ഇനി അത് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനുമായിട്ട് ഈക്വൽ ആകണമെങ്കിൽ അവിടെ ഏത് ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കണം? പ്രോഡക്റ്റ് ഡീകമ്പോസ് ചെയ്ത് റിയാക്റ്റൻ്റ് ആയിട്ട് മാറണം. എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഡയറക്ഷനിൽ റിയാക്ഷൻ നടന്നെങ്കിൽ മാത്രമേ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ കുറയുള്ളൂ, ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനുമായിട്ട് ഈക്വൽ ആകുള്ളൂ. സോ ഇഫ് QC ഈസ് ഗ്രേറ്റർ ദാൻ KC, ദ റിയാക്ഷൻ വിൽ പ്രൊസീഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് റിയാക്റ്റൻസിൻ്റെ ഡയറക്ഷനിലേക്ക്. ദാറ്റ് മീൻസ് പ്രോഡക്റ്റ് ഡീകമ്പോസ് ചെയ്ത് റിയാക്റ്റൻ്റ് ആവുന്നു. അതായത് റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും ആ റിയാക്ഷൻ നടക്കുന്നത്. ഇഫ് QC ഈസ് ലെസ് ദാൻ KC, QC എന്ന് പറയുന്നത് KCനേക്കാളും കുറവാണ് എങ്കിൽ അതിനർത്ഥം എന്താണ്? ദ റിയാക്ഷൻ വിൽ പ്രൊസീഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രോഡക്റ്റിൻ്റെ സൈഡിലേക്കായിരിക്കും റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ ഏത് ഡയറക്ഷനിൽ റിയാക്ഷൻ നടന്നാലാണ് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനും ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനും ഈക്വൽ ആകുന്നത്? ഫോർവേഡ് ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കണം. സോ ഇഫ് QC ഈസ് ലെസ് ദാൻ KC, റിയാക്ഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കും റിയാക്ഷൻ നടക്കുന്നത്. ഇഫ് QC ഈസ് ഈക്വൽ ടു KC, ദ റിയാക്ഷൻ മിക്സ്ചർ ഈസ് ഓൾറെഡി അറ്റ് ഇക്വിലിബ്രിയം. ദാറ്റ് മീൻസ് ഇഫ് QC ഈസ് ഈക്വൽ ടു KC, QCയും KCയും ഈക്വൽ ആണ് എങ്കിൽ അതിനർത്ഥം ആ സിസ്റ്റം ഓൾറെഡി ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു എന്നാണ് അർത്ഥം വരുന്നത്. നെക്സ്റ്റ് വി ക്യാൻ കൺസിഡർ എ പ്രോബ്ലം. ദ വാല്യൂ ഓഫ് KC ഫോർ ദ റിയാക്ഷൻ 2A gives B plus C is 2 into 10 raised to minus 3. At a given time, the composition of reaction mixture is molar concentration of A is equal to molar concentration of B, which is equal to molar concentration of C, equal to 3 into 10 raised to minus 4 molar. In which direction the reaction will proceed? ഏത് ഡയറക്ഷനിലാണ് റിയാക്ഷൻ നടക്കുന്നത് അതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് എന്താണ്? അറ്റ് എ ഗിവൺ ടൈം എന്നാണ് തന്നിരിക്കുന്നത്, അറ്റ് ഇക്വിലിബ്രിയം എന്നല്ല തന്നിരിക്കുന്നത്, അറ്റ് എ ഗിവൺ ടൈം. സോ ഹിയർ QC, റിയാക്ഷൻ കോഷ്യന്റ് QC ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻറ്റ്. ഇവിടെ പ്രോഡക്റ്റ് ആരൊക്കെയാണ്? ബിയും സിയും ആണ് പ്രോഡക്റ്റ്. ദാറ്റ് ഈസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് B ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് C ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A ടു ദ പവർ 2. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെയും മോളാർ കോൺസെൻട്രേഷൻ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Aയും Bയും അതുപോലെ തന്നെ Cയും നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, നമുക്ക് QCയുടെ വാല്യൂ കിട്ടും. ദെർഫോർ QC ഈസ് ഈക്വൽ ടു 3 into 10 raised to minus 4 into 3 into 10 raised to minus 4 divided by 3 into 10 raised to minus 4 the whole square, which is equal to 1. So here നമുക്ക് QCയുടെ വാല്യൂ എത്ര കിട്ടിയത്?
ക്യൂസിയുടെ വാല്യൂ വിച്ച് ഇസ് ഈക്വൽ ടു 1. ഓൾറെഡി നമുക്ക് പ്രോബ്ലത്തിൽ കെ സിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? കെ സി ഈസ് ഈക്വൽ ടു 2 × 10⁻³ 2 × 10⁻³ ആണോ 1 ആണോ വലുത്? 1 അല്ലേ വലുത്. സോ ഹിയർ ക്യു സി ഈസ് ഗ്രേറ്റർ ദാൻ കെ സി. ക്യു സിയുടെ വാല്യൂ എന്ന് പറയുന്നത് കെ സിയുടെ വാല്യൂവിനേക്കാളും കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ദ റിയാക്ഷൻ വിൽ പ്രൊസീഡ് ഇൻ ദ റിവേഴ്സ് ഡയറക്ഷൻ. ഈ റിയാക്ഷൻ നടക്കുന്നത് റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് ഡയറക്ഷനിലായിരിക്കും റിയാക്ഷൻ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് ഡയറക്ഷനിൽ റിയാക്ഷൻ നടന്നുകൊണ്ടായിരിക്കും അത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത്. Third application of equilibrium constant is calculating equilibrium concentration. ഇപ്പോൾ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിയുമ്പം റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും കോൺസെൻട്രേഷൻ എത്രയാണ് എന്ന് നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം നോക്കാം. 3 moles of PCl5 kept in 1 liter closed reaction vessel was allowed to attain equilibrium at 380 Kelvin. Calculate composition of the mixture at equilibrium provided Kc is equal to 1.80. ഈ പ്രോബ്ലത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കോമ്പോസിഷൻ ഓഫ് ദി മിക്സ്ചർ അറ്റ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം മിക്സ്ചറിലുള്ള റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും കോൺസെൻട്രേഷനാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ഹിയർ ദ ഇക്വിലിബ്രിയം ഇക്വേഷൻ ഈസ് PCl5 gives PCl3 plus Cl2. ഇവിടെ PCl5 ഡീകമ്പോസ് ചെയ്ത് PCl3യും Cl2 ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ ഇനീഷ്യലി PCl5ൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 3 mol/L ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള വാല്യൂ ആണ് 3 mol/L എന്നുള്ളത്. ആൻഡ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് PCl3 ആൻഡ് Cl2 നമുക്കറിയാം. ഇനീഷ്യലി അവർ രണ്ടുപേരും പ്രോഡക്റ്റ് ആയിട്ട് അവിടെ ഉണ്ടായിട്ടില്ല. അവരുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0 ആണ്. അറ്റ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിയുമ്പം അവിടെ PCl5 കുറേ റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ്, അതായത് PCl3യും Cl2 ആയിട്ട് മാറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ PCl5ൻ്റെ കോൺസെൻട്രേഷന് ഒരു കുറവ് വന്നിട്ടുണ്ട്. എന്തുമാത്രം കുറഞ്ഞു? നമ്മൾ X mol/L ആണ് അവിടെ PCl5ൻ്റെ കോൺസെൻട്രേഷന് ഡിക്രീസ് വന്നതായിട്ട് എടുക്കുന്നത്. സോ അറ്റ് ഇക്വിലിബ്രിയം ദ കോൺസെൻട്രേഷൻ ഓഫ് PCl5 എത്രയായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? 3 - X ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. X mol/L കോൺസെൻട്രേഷൻ ഓഫ് PCl5 അവിടെ ഡിക്രീസ് ചെയ്തു. ഇനി 1 mol PCl5 ഡീകമ്പോസ് ചെയ്ത് നമുക്കവിടെ ഉണ്ടാകുന്നത് 1 mol PCl3യും 1 mol ക്ലോറിനുമാണ്, അല്ലേ? Cl2 ആണ് അവിടെ ഫോം ചെയ്യുന്നത്. X mol/L കോൺസെൻട്രേഷൻ PCl5ൻ്റെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ X mol/L PCl3യും അതുപോലെ തന്നെ X mol/L ക്ലോറിനും അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. സോ ഇൻ ദിസ് ഇക്വിലിബ്രിയം ഇക്വേഷൻ Kc is equal to molar concentration of PCl3 into molar concentration of Cl2 divided by molar concentration of PCl5. അപ്പോൾ ഇതിൻ്റെ എല്ലാ വാല്യൂ നമുക്കറിയാം. Kcയുടെ വാല്യൂ പ്രോബ്ലത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്, which is 1.8, which is equal to PCl3 എന്ന് പറയുന്നത് X ആണ്, Cl2ൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നതും X ആണ്. Therefore X² എന്ന് നമുക്കിവിടെ കിട്ടും. ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് PCl5, that is 3 - X. അപ്പോൾ ഈ ഇക്വേഷനെ നമ്മളൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ രൂപത്തിലാക്കിയാൽ നമുക്ക് എങ്ങനെ കിട്ടും? X² plus 1.8 X minus 5.4 is equal to 0. അപ്പോൾ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. സോ X is equal to -b plus or minus root of b² minus 4ac divided by 2a. That is equal to minus 1.8 plus or minus root of 1.8 the whole square minus 4 into minus 5.4 divided by 2. That is equal to minus 1.8 plus or minus root of 3.24 plus 21.6 divided by 2. That is equal to minus 1.8 plus or minus 4.98 divided by 2. അപ്പോൾ അത് സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? X is equal to minus 1.8 plus 4.98 divided by 2.
ദാറ്റ് ഈസ് ഈക്വൽ ടു 1.59 എന്ന് നമുക്ക് അവിടെ വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്ലസ് ഓർ മൈനസിൽ പ്ലസ് മാത്രമേ എടുക്കുന്നുള്ളൂ, ബിക്കോസ് നമുക്ക് ആൻസറിൽ നെഗറ്റീവ് സൈൻ വേണ്ട, നമുക്ക് പോസിറ്റീവ് ആൻസർ മാത്രം മതി. സോ ദ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് PCl5 നമ്മൾ എത്രയായിട്ട് എടുത്തത്? 3.0 മൈനസ് എക്സ് ആണ്. എക്സിൻ്റെ വാല്യൂ നമുക്കിത് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 1.59 ആണ് എക്സിൻ്റെ വാല്യൂ. Therefore, molar concentration of PCl5 is equal to 3 minus 1.59, which is equal to 1.41 molar. And the molar concentration of PCl3, which is equal to molar concentration of Cl2, that is X, which is equal to 1.59 molar.